ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ പേര് എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. പുതിയതായിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം അതിനെക്കുറിച്ച് കുറേ പുതിയ ആൾക്കാർക്ക് പുതിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ഡൗട്ട്സ് എന്നോട് കുറേ പേര് ചോദിച്ചു. ഒരേ ഡൗട്ട്സ് തന്നെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലൈവ് ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും നമ്മൾ ബ്ലൂ കൊടുക്കും. ആ ബ്ലൂ എങ്ങനെയാണ് ഫുൾ ചേഞ്ച് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ ബ്ലൂ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ക്രോം എടുക്കാം. ക്രോമിൽ സെർച്ച് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ താഴെ കാണിക്കും. വൈറ്റ് സ്റ്റുഡിയോ ലോഗിൻ അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് studio.youtube.com എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഞാനത് നേരത്തെ എടുത്തിട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ studio.com youtube.com ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മുടെ സെർച്ചിൽ. അപ്പോൾ അത് വരും. അപ്പോൾ നമ്മൾ ഈ studio.com എന്നുള്ളിടത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക. ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു പേജ് വരും. അതിൽ ഇതേ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അത് താഴെ കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് കിടക്കുക ലോഗിൻ എന്നുള്ളിടത്തൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതുണ്ട് ചാനൽ ഇച്ചിരി കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു പേജ് നമുക്ക് വരും, ഓപ്പണായിട്ട് വരും. ഇങ്ങനെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പേജ് വരും. ഇതിപ്പോൾ എൻ്റെ പേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേരും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനു ശേഷം നെക്സ്റ്റ് ഒരു പേജ് കൂടി ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ കിട്ടുമായിരിക്കും. എനിക്കിപ്പോൾ ചെറിയൊരു ഇതിലാണ് വരുന്നത്. എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ആ സ്റ്റുഡിയോയും ചാനലിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് നമുക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ചാനൽ ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ സെറ്റിങ്സ് ഓണായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെറ്റിങ്സിൻ്റെ അകത്ത് ജനറൽ, ചാനൽ, അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും 4ാമത് കിടക്കുന്ന കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കിടപ്പുണ്ട്. അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് വരും. അതിനകത്ത് കണ്ടൻറ്റ് കൺട്രോൾസ്, യൂസർ മാനേജ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന കണ്ടൻറ്റ് കൺട്രോൾസ് ആണ് യൂസർ മാനേജ്മെൻറ്റ് എന്നുള്ളിടത്തൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മാനേജിങ് മോഡറേറ്റ്, സ്റ്റാൻഡിങ് മോഡറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും കൊടുത്തേക്കുന്ന സ്റ്റാൻഡിങ് മോഡറേറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റാൻഡിങ് മോഡറേറ്ററിൽ നമ്മൾ ബ്ലൂ കൊടുത്തേക്കുന്ന എല്ലാവരുടെയും പേര് നമ്മൾ ആ ഒരു കോളത്തിൽ ഫുള്ള് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെയും ഇൻറ്റു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെയും നമ്മൾ ഇൻറ്റു മാർക്ക് കൊടുക്കേണ്ടതില്ല. ഫുള്ള് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ബ്ലൂ ഫുൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഒരു ഇൻറ്റു ആരോ മാർക്ക് കാണിക്കുന്നുണ്ട് കോളത്തിൻ്റെ സൈഡിൽ. ആ ഇൻറ്റു മാർക്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്ലോസ് സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, താഴെ ഏറ്റവും താഴെ. അതിൽ നമ്മൾ സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലൂ നമ്മൾ ആർക്കൊക്കെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇന്നലെയൊക്കെയാണ് ബ്ലൂ കൊടുത്തത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് മാറ്റുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ ക്ലോസ് സേവിങ്സ് എന്നുള്ളിടത്ത് അത് സേവിങ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലൂ കൊടുത്തേക്കുന്ന എല്ലാവരുടെയും ബ്ലൂ ചേഞ്ച് ആയി കിട്ടും. അങ്ങനെയാണ് നമ്മൾ ബ്ലൂ ഫുൾ നീക്കം ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ച ഡൗട്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹൈഡ് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ പേർക്ക് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബാഡ് കമൻസ് ഒക്കെ വരുന്നവരെ നമ്മൾ ഹൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ആരെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് അത് ഹൈഡ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൈഡ് കൂടി എങ്ങനെയാണ് മാറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ബാക്കി പോവുക. അപ്പോൾ അത് നമ്മൾ ഫുൾ ബാക്കി പോയി. അപ്പോൾ വീണ്ടും നമ്മൾ ക്രോം എടുക്കുക. അതിൽ സെർച്ച് ഗൂഗിൾ കൊടുക്കുക. അതിൽ വീണ്ടും സ്റ്റുഡിയോ യൂട്യൂബ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ലോഗിൻ കൊടുക്കുക.
ഫസ്റ്റ് നമ്മൾ കൊടുത്ത സെയിം പ്രോസസ്സിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റുഡിയോ അത് ഓണായി വരും. അപ്പോൾ അതെ, നമ്മുടെ പേജ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വീണ്ടും കമ്മ്യൂണിറ്റി മോഡറേഷൻ എടുക്കുക. അതിൽ യൂസർ മാനേജ്മെൻറ്റ് വീണ്ടും ടച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് മാനേജ് മോഡറേറ്റർ, സ്റ്റാൻഡിങ് മോഡറേറ്റർ, പിന്നെ അപ്രൂവ്ഡ് യൂസേഴ്സ്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇതുണ്ടോ ഹൈഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഹൈഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു കോളം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ പേര് കാണിക്കും. ഈ ഹൈഡ് ചെയ്തേക്കുന്ന ആളുടെ പേര് കാണിക്കും. പക്ഷേ ഞാൻ ഒരാളെ പോലും ഹൈഡ് ചെയ്യാത്തതുകൊണ്ട് ആരുടെയും പേരൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ സൈഡിൽ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. അങ്ങനെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ആളുടെ ആണെന്നെങ്കിൽ ആ ഇൻറ്റു മാർക്കിൽ നമ്മൾ ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മളിവിടെ പോകുമ്പോൾ ഇവിടെ ഒരു സേവ്, അതായത് ക്ലോസ് സേവ് എന്നുള്ള ഓപ്ഷൻസ് കാണിക്കും. ആ ഓപ്ഷനിൽ നമ്മൾ ആ സേവ് കൊടുക്കുമ്പോഴത്തേക്ക് പഴയ പോലെ തന്നെ തിരിച്ച് ഹൈഡ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഹൈഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ടിപ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.